ഹലോ ഗുഡ് മോർണിംഗ് മകളെ. ഇന്നത്തെ സെഷനിൽ നമ്മളൊരു യോക്ക് ഫ്രോക്കാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. യോക്ക് ഫ്രോക്ക് എന്താണ്? യോക്ക് ഫ്രോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോള് കണ്ടോ? ആം ഹോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ? അതായത് ആം ഹോള് വരുമ്പോൾ യോക്കും അതുപോലെ ഫ്രോക്കും രണ്ടും കൂടെ ചേർന്ന് ഏകദേശം ആം ഹോള് നിൽക്കും. അതായത് ഈ നമ്മൾ നോർമലി ഒരു കിഡ്സ് വെയറോ ഒരു ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇത്രയും ഉണ്ടായിരിക്കും അല്ലേ? ബോഡി പാർട്ട് ഇത്രയും ഉണ്ടായിരിക്കും. ആ ബോഡി പാർട്ടിലായിരിക്കും നമുക്ക് ആം ഹോളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ചെസ്റ്റിൻ്റെ അത്രയും മാത്രം, അതായത് ചെസ്റ്റിൻ്റെ ഈ ബോഡി പോർഷന്, അതായത് ഈ യോക്ക് പോർഷന് നമ്മുടെ ചെസ്റ്റിനോളം ഇറക്കം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ആം ഹോളിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ചെസ്റ്റും അതുപോലെ തന്നെ ബോഡി പോർഷൻ രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും ആം ഹോൾ ഇതിൽ വരിക. ഓക്കെ, ഏകദേശം അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോക്കിനെയാണ് നമ്മൾ യോക്ക് ഫ്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു യോക്ക് ഫ്രോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത് ഒരു ഏകദേശം 3 to 4 years ഓൾഡുള്ള ഒരു കുട്ടിക്കുള്ള യോക്ക് ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഏകദേശം നമുക്ക് വേണ്ടത് 1 മീറ്റർ ക്ലോത്താണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് 22 ആണ്, 22 ആണ്. ഷോൾഡർ വരുന്നത് 10 inches ആണ്. ആം ഹോൾ വരുന്നത് 9.5 ആണ്. ചെസ്റ്റ് റൗണ്ട് 21 ആണ്. നമ്മൾ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇഞ്ചസിലാണ് കേട്ടോ. എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇഞ്ചസിലാണ്. അതെല്ലാവരും പ്രത്യേകം ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി വരുന്നത് പോയിൻറ്റ്സ് ഉണ്ട്, ഫോർമുലയുണ്ട്, കാൽക്കുലേഷൻ്റെ റിസൾട്ട് ഉണ്ട്. ഇത് നോക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്കതിൻ്റെ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിംഗ് സൈഡ് കൂടെ നോക്കേണ്ടതുണ്ട്. എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് വരുന്നത്, ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ഇത് എന്താണ് പറയുന്നത്? എ ടു ബി ഫുൾ ലെങ്ത്ത് പ്ലസ് സീം അലവൻസ് പ്ലസ് ടേണിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണി മടക്കി വെക്കുമ്പോഴൊക്കെ ചെറിയൊരു ഡിഫറൻസ് അതിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടേണിംഗ് ഡിഫറൻസ് ചിലപ്പോൾ കൂട്ടിയെടുക്കും ചില ഗാർമെൻറ്റ്സിൽ. അപ്പോൾ നമ്മളിവിടെ ടേണിംഗ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ടേണിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് പ്ലസ് സീം അലവൻസ്, അതായത് സീം അലവൻസ് നമുക്കറിയാം തയ്യലിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പിനെയാണ് നമ്മൾ സീം അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ ടേണിംഗ് ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് ടോട്ടൽ ഗാർമെൻറ്റ് ലെങ്ത് ആയിട്ട് നമ്മൾ യോക്ക് ഫ്രോക്കിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഫുൾ ലെങ്ത് എത്രയാണ്? 22 ആണ് ഇവിടെ. അപ്പോൾ 22 പ്ലസ് 1 ആണ് നമ്മൾ സീം അലവൻസ് എടുത്തിട്ടുള്ളത്. ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും കൂടെയുള്ള സീം അലവൻസ് നമ്മൾ 1 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ടേണിംഗ് ഡിഫറൻസ് ആയിട്ട് ഒരു 2 കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ അപ്പോൾ നമുക്ക് 25 inches ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ യോക്ക് ഫ്രോക്കിൻ്റെ കേസിൽ നമുക്ക് നമ്മളുടെ ഡ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് ആൻഡ് കാൽക്കുലേഷനും ഒരുമിച്ച് നോക്കാം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ ഇത്. ഓക്കെ, ഇതിൽ വരുമ്പോൾ എ ടു ബി എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ലെങ്ത്ത് പ്ലസ് സീം അലവൻസ് പ്ലസ് ടേണിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു പദമാണ് അല്ലേ? ടേണിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു തുണി മടക്കിയൊക്കെ ഇടുമ്പോൾ ആ മടക്കി വയ്ക്കുന്ന കോർണറുകളിലൊക്കെ ചെറിയ ഡിഫറൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേണിംഗ് ഡിഫറൻസ് എന്ന് ഒരു മെഷർമെൻറ്റ് ഇതിലൂടെ ആഡ് ചെയ്യും. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാൽക്കുലേഷൻ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവുകൾ വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കാൻ നമുക്ക് ഈ ടേണിംഗ് ഡിഫറൻസ് ആഡ് ചെയ്യുന്നത് സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ ഈ ഡ്രസ്സിൽ നമ്മൾ ടേണിംഗ് ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക്? എ ടു ബി എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയുള്ളത്? 22 ആണ് കിട്ടിയുള്ളത്. പക്ഷേ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ 22 കിട്ടണമെങ്കിൽ, അതായത് ആഫ്റ്റർ സ്റ്റിച്ചിങ് നമുക്ക് 22 inches ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1 inch സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കണ്ടോ. 22 പ്ലസ് 1 inch സീം അലവൻസ് കൊടുക്കുന്നുണ്ട്, പ്ലസ് 2 inch എന്താണ് കൊടുക്കുന്നത്? അതിന് ടേണിംഗ് ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയുള്ളത് 25 inches ആണ് കേട്ടോ. അപ്പോൾ 25 inches ആണ് നമുക്ക് ടോട്ടൽ ഗാർമെൻറ്റ് ഇറക്കമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അഥവാ ഇതാ ഇതിൽ നോക്കൂ, എ ടു ബി എന്ന് പറയുന്നത് എവിടെയാണ്? എ എന്ന് പറയുന്നത് ഇവിടെയാണ്, ബി എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ പോയിന്റ് കാണുന്നത്. അതായത് ടോട്ടൽ ഗാർമെൻറ്റ് ഒറ്റ പീസിൽ നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫോൾഡിംഗ് ഉണ്ട്, നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റിൽ ചിന്തിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എ ടു ബി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 25 inches ആണ്. ഓക്കെ, ഈ 25 inches ആണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള, അതായത് ഷോൾഡർ മുതൽ നമ്മുടെ ഇതുവരെയുള്ള, അതായത് ഫ്ലോർ വരെയുള്ള ഇറക്കമാണ് എ ടു ബി എന്ന് പറയുന്നത്. അതാണ് 25 inches കേട്ടോ. നമുക്കിനിപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫ്രിൽസോ കാര്യങ്ങളോ കൊടുക്കാനാണെങ്കിൽ ആ ഫ്രില്ലിൻ്റെ ലെങ്ത് ഇതിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഫ്രിൽസിനൊന്നും ഇല്ലാത്തൊരു പാറ്റേണാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വരുന്നത് 25 inches ആണ്. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ഷോൾഡർ അല്ലേ,
യോക്ക് ലെങ്ത് ആണ് അടുത്ത് നോക്കുന്നത്. യോക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് വരെയുള്ള ലെങ്ത്തിനാണ് നമുക്ക് യോക്ക് ഫ്രോക്കിന് നമ്മൾ യോക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? യോക്ക് ലെങ്ത് അഥവാ AO എന്ന് പറയുന്നത് കേട്ടോ. A മുതൽ O വരെയുള്ളതാണ് ബോഡി പാർട്ടായ ചെസ്റ്റ് വരെയുള്ള യോക്ക് പോർഷൻ്റെ ലെങ്ത്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല? ബസ്റ്റ് ഓർ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4. അതായത് ചിലപ്പോൾ വലിയവരുടെ ഗാർമെൻ്റ് ആണെങ്കിൽ അതിൽ ബസ്റ്റ് അളവാണ് നമ്മൾ എടുക്കുക. കുട്ടികളുടെ ആകുമ്പോൾ നമുക്കത് ചെസ്റ്റ് അളവായിട്ട് കൺസിഡർ ചെയ്യാം. വലിയവരുടെ ആകുമ്പോൾ ചെസ്റ്റ് അളവും ബസ്റ്റ് അളവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് അത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. വലിയവർക്കാണെങ്കിൽ ബസ്റ്റ് അളവ് എടുക്കണം, കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കും. ഓക്കെ, അപ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 4. അപ്പം നമ്മൾക്ക് ഇവിടെ എത്രയാണ് നമ്മളുടെ ചെസ്റ്റ് അളവ് കിട്ടിയിട്ടുള്ളത്? 21 ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 4 ചെയ്തപ്പോൾ നമുക്ക് 5.25 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ AO എന്ന് പറയുന്നത് 5.25 ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് 5.25 ആണ്. മനസ്സിലായോ? ഇത് യോക്കിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. ഈ കാണുന്നത് യോക്ക് ലെങ്ത് ആണ്. അടുത്തതിന് ഷോൾഡർ ആണ്. ഷോൾഡർ നമുക്ക് എത്രയാണ്? 10 ഇഞ്ചസ് ആണ് നമ്മുടെ ഷോൾഡർ നിൽക്കുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കിപ്പോൾ പാറ്റേൺ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് ചെയ്യുക? ഷോൾഡർ വിഡ്ത്തിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1/2 ഇഞ്ച് ഈസ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. 2 സൈഡിലേക്കും കൂടിയിട്ട് അടിച്ചു പോയാൽ 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഷോൾഡർ എത്രയാണ്? 10/2 പ്ലസ് 1/2 ഇഞ്ച്. നമുക്ക് എത്ര കിട്ടി? 5.5 ഇഞ്ച് കിട്ടി. അതായത് അതിനെന്താ പറയുക? A to C, A മുതൽ C വരെ. ഓക്കെ, ഈ A to C എന്ന് പറയുന്നത് എത്രയാണ്? 5.5 ഇഞ്ചാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ ഷോൾഡർ വിഡ്ത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ഈസ് കൂട്ടി. ഓക്കെ, അപ്പോൾ AC നമ്മൾക്ക് എത്ര കിട്ടി? ഒരു 5.5 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് A to D, നെക്ക് വിഡ്ത്ത് നമ്മൾ നോർമലി നമുക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ വേണമെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടത്തിന് നമ്മൾ അളന്നെടുക്കും. ഇത്ര നെക്ക് വിഡ്ത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അളന്നെടുക്കും. അല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് A to D, അതായത് എയിൽ നിന്നും D വരെയുള്ള നെക്ക് വിഡ്ത്ത്, കഴുത്തകലം. ഓക്കെ, അത് വരുന്നത് ഷോൾഡർ വിഡ്ത്തിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഷോൾഡർ നമുക്ക് ടോട്ടൽ 10 ആണ് കിട്ടിയിട്ടുള്ളത്. ആ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 ഇഞ്ചസ് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഷോൾഡറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 ഇഞ്ചസ് കിട്ടി. ഓക്കെ, അപ്പോൾ കഴുത്തകലം കാണുന്ന ഫോർമുലയാണ് പറഞ്ഞത് കേട്ടോ. ഷോൾഡർ ഡിവൈഡ് ബൈ 5. ഓക്കെ, ഇനി നെക്ക് ഡെപ്ത്, കഴുത്തിൻ്റെ ഇറക്കം, ഇതും ഓപ്ഷണലാണ്. കസ്റ്റമേഴ്സ് അവരുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ 2.5 3 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതർവൈസ് അങ്ങനെയൊന്നും പറയുന്നില്ല. കുട്ടിയുടെ ഏജ് മാത്രമല്ല, കുട്ടിയുടെ ഹൈറ്റ് മെഷർമെൻറ്റ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതിനുശേഷം പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? നെക്ക് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഷോൾഡറിനെ ഡിവൈഡഡ് ബൈ 3. മനസ്സിലായോ? ഓർ ഓപ്ഷണൽ. അതായത് ഓർ ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും അളവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുക. അതർവൈസ് നമ്മൾ എങ്ങനെ കാണണം? ഷോൾഡറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3.33 കിട്ടും. ഈ കിട്ടുന്നത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഇത് ഫ്രണ്ട് നെക്കിന്റെ മെഷർമെന്റ് ആണ് പറയുന്നത് കേട്ടോ. ബാക്ക് നെക്ക് അല്ല. ബാക്ക് നെക്ക് നമുക്കൊരു 1 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കഷ്ടി കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇത് ഫ്രണ്ട് നെക്കാണ് പറയുന്നത്. മാക്സിമം നമുക്ക് 3.33 ആണ്. ഈ പറയുന്ന മെഷർമെന്റിന് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു അളവാണ് ഈ പറയുന്നത്. അതല്ല കസ്റ്റമർക്ക് ഇഷ്ടം കുറച്ച് കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫോളോ ചെയ്യാം. 3.33, അതായത് A മുതൽ F വരെയുള്ള ഫ്രണ്ട് നെക്കിന്റെ ഡെപ്ത് ആണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? യോക്ക് ഷേപ്പ്. അതായത് യോക്ക് എന്ന് പറയുമ്പോൾ യോക്ക് പോർഷൻ ഇതിങ്ങനെ സ്ക്വയർ ആയിട്ടല്ലേ വരുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ, അതായത് നമ്മൾ ഷോൾഡറിന്റെ വീതിയിലേക്ക് അനുസരിച്ച് തന്നെ ചെസ്റ്റ് ലൈനുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ യോക്ക് ഫ്രോക്കിന് ഒരു ഷേപ്പ് കൊടുക്കണ്ടേ? നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതാ, ഇപ്പോൾ യോക്ക് ഫ്രോക്കിന് ഇത് കണ്ട പോലെ ഒരു കോർണറിലേക്ക് ഒന്ന് വളഞ്ഞു നിൽക്കുന്ന കണ്ടോ? സൈഡിലേക്ക് ഒന്ന് വളഞ്ഞു നിൽക്കുന്ന ഒരു ഷേപ്പ് കണ്ടോ? ഈ ഷേപ്പ് കൊടുക്കാനായിട്ടുള്ള മെഷർമെന്റ് ആണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അതായത് യോക്ക് ഷേപ്പ് എങ്ങനെയാണ്? 2 ഇഞ്ചസ് അപ്പ് ഫ്രം ഐ. അതായത് ഇവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചില്ല. അതായത് യോക്കിൻ്റെ മെഷർമെൻറ്റ്, യോക്ക് എത്രയാണെന്ന് കണ്ടിട്ട് നമ്മൾ എത്ര AO എന്ന് പറയുന്നത് മെഷർമെൻറ്റിനെ അതേപോലെ തന്നെ നമ്മൾ ഒരു ബോക്സ് ആക്കി കണക്ട് ചെയ്തു. ഷോൾഡറിൻ്റെ വിഡ്ത്ത് കണ്ടു. ഷോൾഡറിൻ്റെ വിഡ്ത്തുമ്പോൾ നമ്മൾ താഴെ കൊണ്ടുവന്ന് ചെസ്റ്റ് ലൈനുമേ, അതായത് യോക്ക് ലൈനുമേ കൊണ്ടുവന്ന് ചെസ്റ്റ് ലൈനുമേ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു. മനസ്സിലായോ? അതായത് A to C എന്ന് പറയുന്നത് ഷോൾഡർ വിഡ്ത്ത് ആണ്. A to O എന്ന് പറയുന്നത് യോക്ക് ലെങ്ത് ആണ്. ആ യോക്ക് ലെങ്ത് നീട്ടി വരച്ചാൽ കിട്ടുന്നതാണ് ചെസ്റ്റ് ലൈനെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് ഈ AO എന്ന് പറയുന്നത് കുട്ടിയുടെ ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് ലൈനുമെയാണ് നമ്മൾ യോക്ക് ഡിസൈൻ കൊടുക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് ഫോം ആയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഷോൾഡറും അതുപോലെ ചെസ്റ്റ് ലൈനും എല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ ഒരു ACOI എന്ന് പറയുന്ന ഒരു ബോക്സ് ഫോം ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 നെക്ക് വിട്ട് കൊടുത്തു, നെക്ക് ഡെപ്ത് കണ്ടു, അങ്ങനെ 2 നെക്കുകൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യോക്കിൻ്റെ ഷേപ്പാണ്. യോക്കിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബോക്സ് പോലെ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ഇതൊരു കോർണറിലൊന്ന് വളച്ച് ശരിക്കും ഷേപ്പ് ചെയ്ത് കൊടുത്ത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെയാണ് ഈ ഷേപ്പ് കൊടുക്കേണ്ടത്, ഷേപ്പ് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ HI എന്ന് പറയുന്നതാണ് യോക്ക് ഫോം ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്. അതായത് I ഇവിടെ ഓൾറെഡി കൊണ്ടുവന്ന് മുട്ടിയതല്ലേ, നമുക്ക് ഷോൾഡർ ലൈനെ കൊണ്ടുവന്ന് ചെസ്റ്റ് ലൈനുമ മുട്ടിച്ചപ്പോൾ നമുക്ക് I കിട്ടിയല്ലോ ഇവിടെ. ഓക്കെ, അതായത് ഇത് ഷോൾഡർ ലൈൻ, ഇതിന് നേരെ താഴേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചപ്പോൾ നമുക്ക് I ഇവിടെ ഫോം ചെയ്തു. ഈ Iയിൽ നിന്നും 2 ഇഞ്ച് മേലേക്ക് എടുത്താൽ കിട്ടുന്ന പോയിന്റാണ് H. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് ആണ് പറയുന്നത് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് നമ്മൾ 2 എടുത്തുന്നേ ഉള്ളൂ. നമ്മുടെ ഓപ്ഷൻ പ്രകാരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടിയെടുക്കുകയോ കുറച്ചെടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്ത് ഞാനൊരു 2 ഇഞ്ച് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് Iയിൽ നിന്നും ഒരു 2 ഇഞ്ച് മേലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. മനസ്സിലായോ? Iയിൽ നിന്ന് 2 ഇഞ്ച് മേലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ആ പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള H എന്ന് പറയുന്ന ലൈൻ. അതാണ് കേട്ടോ, Iയുടെ 2 ഇഞ്ച് മേലെ കിട്ടിയുള്ള ലൈനാണ് H. ഇവിടെ നോക്കൂ, 2 ഇഞ്ചസ് അപ്പ് ഫ്രം Iയിൽ നിന്നും 2 ഇഞ്ച് മേലെ. അപ്പോൾ കിട്ടിയ പോയിന്റ് നമ്മൾ H എന്ന് വിളിച്ചു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്താണ് ഈ CE നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഗാർമെൻറ്റ്സിലൊക്കെ പരിചയപ്പെട്ടുള്ളതാണ്. അതായത് ഗാർമെൻറ്റിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കും. ഷോൾഡർ സ്ട്രെയിറ്റ് അല്ല, സോ ഷോൾഡറിന് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കും. അതാണ് ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ഇതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതാണ് E എന്ന പോയിന്റ്. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ പോയിന്റിനെ കൊണ്ടുവന്ന് ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിലേക്ക്, ഷോൾഡറിൻ്റെ ഈ മെഷർമെൻറ്റ് തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വരെ പോവാം. കുട്ടികൾക്കായതുകൊണ്ട് ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, ഒരു 1/2 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ മതിയാവും. ഓക്കെ, ഒരു 1/2 ഇഞ്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് എടുത്തുള്ളൂ. 1 ഇഞ്ചൊക്കെ കുറച്ചുകൂടി കൂടുതലാണ്, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സിയിൽ നിന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെ, സിയിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴെ E എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് ഷോൾഡർ സ്ലോപ്പാണ്, അതായത് ഷോൾഡർ കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പോയിന്റാണ്. എന്നിട്ട് ഡിയിൽ നിന്നും, അതായത് നമ്മുടെ നെക്ക് പോയിന്റിൽ നിന്നും നമ്മളത് ഷോൾഡർ പോയിന്റിലേക്ക് ഒരു സ്ലോപ്പ് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് ഈ DE എന്ന് പറയുന്ന പോയിന്റ്. അത് ഷോൾഡർ സ്ലോപ്പാണ് കേട്ടോ. ഇത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇനി വരുത്തേണ്ടതില്ല. ഓക്കെ, ഇത്രയും പോർഷനാണ് നമ്മളുടെ യോക്ക് ഭാഗത്ത് വരുന്നത്. അതായത് ഈ കാണുന്നതാണ് യോക്ക് പോർഷനിലത്തെ മെഷർമെൻറ്റ്. ഇതിൻ്റെ സ്കേർട്ട് പാർട്ടും ഞാൻ സെയിം ക്ലോത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്യുന്ന മെത്തേഡിലാണ് ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് യോക്ക് ഫ്രോക്കിൻ്റെ ഫ്രിൽ പാർട്ട്. അതായത് ഇവിടെ ഫ്രിൽസ് വരുന്ന, ഗാദറിങ് വരുന്ന, ഈ പാർട്ട് എങ്ങനെയാണ് ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ളത്? ഈ ഇത്രയും പാർട്ടാണ്. അതായത് ഈ ചെസ്റ്റ് പോർഷനെയാണ് നമ്മൾ നോക്കിയത്. ഷോൾഡർ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി എവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് യോക്ക് മുതൽ ഫ്ലോർ വരെയുള്ള ലെങ്ത്ത് അത്രയും വരുന്ന ഫ്രില്ലുള്ള ഭാഗം, ഇവിടെയൊക്കെ ഫ്രിൽസ് ഉണ്ട്. ഈ ഫ്രിൽസ് ഉള്ള ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനാണ്, കട്ട് ചെയ്യേണ്ടതെന്നാണ് അടുത്തത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് B to M എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ നേരെ ഇവിടുത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ വിട്ടേക്കും. ഇനി നേരെ താഴേക്ക് വരിക കേട്ടോ. B to M എന്ന് പറയുന്നതാണ്. വിഡ്ത്ത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇല്ലേ? ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ വീതിയാണ് ഇവിടെ വരെയുള്ള ബോക്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഷോൾഡർ ലൈൻ കൊണ്ട് നമ്മൾ ചെസ്റ്റ് ലൈനുമ്പോൾ മുട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഭാഗത്തിന് കുറച്ചുകൂടി വീതി കൂടി കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ താഴേക്ക് വരിക. BM എന്ന് പറഞ്ഞാൽ ഈ ക്ലോത്തിൻ്റെ ടോട്ടൽ വീതിയാണ് നിൽക്കുന്നത്. BM എന്ന് പറയുന്നത്. എങ്ങനെയാണ് BM കാൽക്കുലേറ്റ് ചെയ്തത്? അതായത് നമ്മൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5 ഇഞ്ച്. പ്ലസ് 5 ഇഞ്ച് എന്നുള്ളത് ഒരു നിയമമല്ല. ഓക്കെ, നമുക്ക് ഈ 5 ഇഞ്ച് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 3 ഇഞ്ച് ആക്കാം, 3 ഇഞ്ച് ആക്കാം. അതർവൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 ഇഞ്ചോ 8 ഇഞ്ചോ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് കൂട്ടാം കേട്ടോ. കൂട്ടാനും കുറയ്ക്കാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. അപ്പോൾ പക്ഷേ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഒരു 3 ഇഞ്ചെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഗാദേഴ്സ് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. ഓക്കെ,
അതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഗാദേഴ്സ് ഇവിടെ പ്ലീറ്റ്സ് കിട്ടുന്നതിന് അല്ലെങ്കിൽ ചുളിവുകൾ കിട്ടുന്നതിന് ഗാദറിങ് കിട്ടുന്നതിനൊക്കെ നമുക്ക് കുറച്ച് തുണി കൂടുതൽ ആവശ്യമാണ്. അതിനാണ് ആ തുണി കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ 5 ഇഞ്ചും 3 ഇഞ്ചും അല്ലെങ്കിൽ 8 ഇഞ്ചും ഒക്കെ കൊടുക്കുന്നത് ഇവിടെ ഗാദേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് തുണി നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇവിടെ ഗാദറിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2 + 5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. എത്രയാണ് ചെസ്റ്റ്? 21 ഡിവൈഡഡ് ബൈ 2 + 5. നമുക്ക് കിട്ടിയുള്ളത് 15.5, അതായത് 15.5 ആണ്. നമ്മുടെ റിസൾട്ട് 15.5 ആണ്. അപ്പോൾ 15.5 ആണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത്. അതായത് ബി മുതൽ എം വരെയുള്ള ലെങ്ത്ത് ആ സെയിം തന്നെയാണല്ലോ മുകളിലും. ബി മുതൽ എം വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 15.5 ആണ്. കണ്ടോ? ബി എം ഈസ് ഈക്വൽ ടു 15.5. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് 15.5 ആണ്. അടുത്തത് എം എൻ. എം മുതൽ എൻ വരെ 1 ഇഞ്ചാണ്. ഇത് സ്റ്റാൻഡേർഡാണ് കേട്ടോ. അതായത് എം എൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, നമ്മൾ ഉടുപ്പ് തയ്ച്ച് വരുമ്പോൾ ഈ പാറ്റേൺ വെച്ച് തയ്ച്ച് വരുമ്പോൾ ഇത് ഉടുപ്പിൻ്റെ സെൻറ്റർ ഭാഗമായിട്ടാണ് വരിക, ഇത് ഉടുപ്പിൻ്റെ കോർണർ സൈഡായിട്ടാണ് വരിക. അപ്പോൾ കോർണർ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് എമ്മിൽ നിന്നും ഒരു ഇഞ്ച് മേലേക്ക് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു, അതിന് എൻ എന്ന് പേര് കൊടുത്തു. അതിന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് എം എൻ എന്ന് പറയുന്നത്. എമ്മിൽ നിന്നും 1 ഇഞ്ച് മേലെ എൻ മാർക്ക് ചെയ്തു, ആ എന്നിനെ നമ്മൾ താഴേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇത് നമുക്ക് വേസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ വേസ്റ്റ് പാർട്ടാണ്, നമുക്കിത് ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ കട്ടിങ് കടന്നു പോവുക. ഈ എൻ ബിയിൽ നിന്ന് ഇങ്ങനെ വന്ന് എന്നിലേക്കാണ് കട്ടിങ് കടന്നു പോവുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നേരെ എല്ലിലേക്ക് പോകും. എല്ലിൽ നിന്ന് ഈ ഷേപ്പ് വഴി ഇങ്ങനെ പോയി അതിനുശേഷം ഇതിലെയാണ് നമ്മൾ കട്ടിങ് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എമ്മിന് എന്താണെന്ന് മനസ്സിലായി. ഇനി ജെ കെ എവിടെയാണ് കിടക്കുന്നത്? ജെയും കെയും. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരത്തെ ഐയിൽ നിന്ന് ഒരു 2 ഇഞ്ച് മേലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തപ്പോൾ അതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ? അപ്പോൾ ആ 2 ഇഞ്ച് കൂടെ പാസ് ചെയ്യുന്ന ആ ലൈനിൻ്റെ നീട്ടി വരയ്ക്കുമ്പോൾ അത് തന്നെയാണ് ഇവിടെ കെ. ഓക്കെ, അതായത് ജെയിൽ നിന്നും 2 ഇഞ്ച് മേലെ ഒരു പോയിന്റ് കെ. അതായത് ഇവിടുത്തെ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ജെയിൽ നിന്ന് 2 ഇഞ്ച് മേലെ കെ എന്നൊരു പോയിന്റ് കിട്ടി. നമ്മൾ അതിലേക്ക് ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും ഓൾറെഡി ഇവിടെ യോക്കിലേക്ക് ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടല്ലേ. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കെയിലേക്ക് കണക്ട് ചെയ്യും. അതായത് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത്, പാറ്റേൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പീസ് യോക്കിന് പോയി. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മുടെ പോയി കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ബാക്കി എന്തുണ്ടാവും? ഇങ്ങനെ ഒരു പോർഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും ഭാഗം ഉണ്ടായിരിക്കും. പക്ഷെ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് വരും. ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് വന്ന് താഴേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഡ്രൈ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒ മുതൽ ഐയിലൂടെ കടന്ന് കെയിലേക്ക് പോകുന്ന ഈ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ജെ കെ നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറച്ച് കോർണർ ഇങ്ങനെ കയറി വരുന്നില്ലേ? ഈ കയറി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ കുറച്ച് കയറ്റി വെട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ ഭാഗം ചുരുക്കിട്ട്, അതായത് ഇതൊക്കെ നമുക്ക് പ്ലീറ്റ്സിനുള്ള ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഗാദേഴ്സ് കൊടുക്കാൻ, ചുളിവുകൾ പ്ലീറ്റ്സ് കൊടുക്കാനുള്ള ഭാഗമാണ്. അങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തു വരുമ്പോൾ ഇവിടെ മുതൽ ഇത്രയും ഭാഗം ഇവിടെ മുതൽ ഇത്ര വരെയുള്ള ഭാഗത്താണ് കൊണ്ടുവന്ന് ജോയിൻ്റ് ആവുക. അതായത് ഇത്രയും ഭാഗത്തിനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഉടുപ്പിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടുത്തെ ഈ 2 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് കയറ്റി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് JL എന്ന് പറയുന്നത് എന്താണ്? ജെ മുതൽ എൽ വരെയുള്ള ലെങ്ത്ത്. അത് 1.2 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ നമുക്ക് എടുക്കാം. അത് സ്റ്റാൻഡേർഡാണ്. ഈ ഭാഗമാണ്, അതായത് ഇത് ഏതാണ് ഭാഗം എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഈ കെ മുതൽ എൽ വരെയുള്ള ഭാഗമാണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം. അതായത് ഈ ഉടുപ്പിൻ്റെ യോക്ക് ജോയിൻ ചെയ്യുന്നത് ഈ ഭാഗം മുതൽ, കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഈ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഈ കാണുന്ന ഭാഗം ഈ OH എന്ന് പറയുന്ന ഭാഗമാണ്
ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം. മനസ്സിലായോ? അടുത്തത് ഇനി കെ എൽ എന്ന് പറയുന്ന ഈ ഭാഗം, അതായത് ഈ കെ എൽ, കെയെയും ജെയെയും എല്ലിനെയും യോജിപ്പിച്ച് നമ്മളിവിടെ വരയ്ക്കുന്ന ഈ വരയുണ്ടല്ലോ, ഇത് ആം ഹോളാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ യോക്ക് പോർഷനിൽ ഈ ഡ്രാഫ്റ്റിങ്ങിൽ നോക്കി നോക്കൂ, ഇവിടെ മുതൽ ഇവിടെ വരെ ഏകദേശം ഒരു സ്ട്രൈറ്റ് ഷേപ്പ് അല്ലേ? നമ്മൾ വരച്ച യോക്കിലും ഇവിടെ മുതൽ ഷോൾഡർ മുതൽ ഇവിടെ വരെ ഒരു സ്ട്രൈറ്റ് ഷേപ്പ് അല്ലേ? അതിനുശേഷം ഇവിടെ നോക്കൂ, കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒരു കർവിങ് ഷേപ്പ് വരുന്നത് ഉടുപ്പിൻ്റെ. ആം ഹോളിന് ഇവിടെ നിന്നും ഇവിടെ വരെയാണ് കർവിങ് ഷേപ്പ് നിൽക്കുന്നത്. ആ കർവിങ് ഷേപ്പാണ് ഇത്. മനസ്സിലായോ? ഈ കെ മുതൽ കെയും ജെയും എല്ലും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്ന ഈ ഷേപ്പാണ് ഇവിടെ മുതൽ ഇവിടെ വരെ കാണുന്ന ഏരിയ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ കെയും ജെയും എല്ലും ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു ആം ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആം ഹോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? അതിൻ്റെ 2 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് വരുന്നത്. അതായത് എല്ലിൽ നിന്നും ഉള്ളിലോട്ട് ഒരു 2 ഇഞ്ച് കടത്തിയിട്ട്, അതായത് ഇവിടെ നോക്കൂ, ഇതാ J2 L ഈസ് ഈക്വൽ ടു 2 ഇഞ്ച്. അതായത് ജെയിൽ നിന്നും എല്ലിലോട്ടുള്ള ദൂരം 2 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ആ ലൈനിലേക്ക് കണക്ട് ചെയ്യുക. ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് നമ്മളൊരു ആം ഹോൾ ഇവിടെ വരയ്ക്കും. ഓക്കെ, ഇനി ഈ ആം ഹോളിനെയാണ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡ്രാഫ്റ്റിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് കെയും എല്ലും വന്ന് ജോയിൻ്റ് ആവുന്നത് ഈ എച്ച് എന്ന പോയിന്റിലായിരിക്കും. കെയും എച്ചും തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, ഇങ്ങനെ ഒരു ഷേപ്പ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ വരച്ച ഈ ഡിസൈൻ പോലെ തന്നെ കൃത്യമായിട്ട് യോക്ക് സ്ട്രെയിറ്റ് ഏകദേശം വന്ന് നിൽക്കും. കർവിങ് ഷേപ്പ് കംപ്ലീറ്റ് നമ്മളുടെ ഈ ഫ്രിൽ പാർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ യോക്ക് ഫ്രോക്കിൻ്റെ പാറ്റേൺസും കാൽക്കുലേഷനും കട്ടിങ് മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇത് ഫോളോ ചെയ്ത് നമുക്കിനി എങ്ങനെയാണ് ഇത് ഒരു ഗാർമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്കിതുപോലെ, ഇത് ജസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഈ കാണിച്ചിട്ടുള്ളത് കറക്റ്റ് പാറ്റേൺ മേക്കിംഗ് തന്നെയാണ്. നമുക്ക് ഇത് പാറ്റേൺ ആയിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് അളന്നെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാറ്റേൺ ആയി. ഓക്കെ, ഞാനിപ്പോൾ ഡ്രാഫ്റ്റിംഗ് ഇത് ഇങ്ങനെ എടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പാറ്റേൺ ഇതിൽ കട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പാറ്റേൺ ഗാർമെൻറ്റിലേക്ക് ചെയ്യുമ്പോൾ നമ്മളത് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കറക്റ്റ് ചെയ്യുക. പാറ്റേൺസ് പേപ്പറിൽ കട്ട് ചെയ്യുക, ഇഞ്ച് മെഷർമെൻറ്റിൽ പേപ്പറിൽ കട്ട് ചെയ്യുക കേട്ടോ. ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഗാർമെൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം. കട്ടിങ്ങും ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ മെഷർമെൻറ്റ് ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് പല മെഷർമെൻറ്റിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ളത് 3 to 4 ഇയേഴ്സ്, ഇവിടെ കണ്ടല്ലോ നിങ്ങൾ, 3 to 4 ഇയേഴ്സ് ഓൾഡുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് മേലെയുള്ള കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമുലാസ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ മെഷർമെൻറ്റുകൾ മാറുന്നതനുസരിച്ച് ഈ ഫോർമുലയിൽ അത് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിലേക്ക് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. പാറ്റേൺസ് ആദ്യം ചെയ്യുമ്പോൾ പേപ്പറിൽ തന്നെ നിർബന്ധമായിട്ടും ചെയ്യുക, നേരിട്ട് തുണിയിലേക്ക് ആരും ചെയ്യേണ്ട. അതിനുശേഷം പേപ്പറിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് തുണിയിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയുന്നു, ഈ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിലാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മളുടെ ഇന്നത്തെ കാൽക്കുലേഷനിൽ ഒരു ടേണിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചു. അപ്പോൾ അതെന്താണെന്ന് കൂടെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ക്ലാസ്സിൽ. സപ്പോസ് അതെന്താണെന്ന് മനസ്സിലാവാതെ നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആകെ കൺഫ്യൂഷനായി പോകും. ഓക്കെ, നമ്മളിപ്പോൾ ഇത് നമ്മുടെ ക്ലോത്ത് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് ക്ലോത്താണ്. ഓക്കെ, ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു ക്ലോത്താണെന്ന് കരുതിക്കോളൂ. ഈ ക്ലോത്തിന് നമ്മൾ 2 ഫോൾഡും 4 ഫോൾഡൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മളിത് മടക്കിയിട്ടാണല്ലോ കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കുകയാണ്. ഓക്കെ, ഇതാ ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇതാ ഇവിടുത്തെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഇത് കണ്ടോ, ഒരു ഡിഫറൻസ് നിൽക്കുന്ന കണ്ടോ? അതായത് ഒരു പേജിൻ്റെ ഒരു തുണിയുടെ അറ്റം ഇവിടെയാണ് നിൽക്കുന്നത്, ഒരു തുണിയുടെ അറ്റം ഈ അറ്റത്താണ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിത്? കണ്ടോ? ഇതിലിപ്പോൾ നമ്മളിങ്ങനെ തുണീനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഒരെണ്ണത്തിൻ്റെ അറ്റം ഈ അറ്റത്ത് നിൽക്കുന്നുണ്ട്, ഒരെണ്ണത്തിൻ്റെ അറ്റം ഈ അറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഏകദേശം 1 ഇഞ്ചിൻ്റെയോ 1.5 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിൻ്റെയോ ഒക്കെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ടേണിംഗ് ഡിഫറൻസ് എന്നൊരു ടേം ഉപയോഗിച്ച് അതിനെ ആഡ് ചെയ്ത് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസിനെയാണ്, അതായത് ഇപ്പോൾ വരുന്ന ഈ ഡിഫറൻസ്, ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് ഡിഫറൻസ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലും കാണുന്നുണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ 2 സൈഡിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസ് ടോപ്പിൽ ഇത്രയും ഡിസ്റ്റൻസ് നമ്മളുടെ മെഷർമെൻറ്റിൽ പെടാത്തതായിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ടേണിംഗ് ഡിഫറൻസ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതില്ലാതിരിക്കാനാണ് നമ്മൾ ടേണിംഗ് ഡിഫറൻസ് എന്നൊരു പദം ഉപയോഗിക്കുന്നതും ടേണിംഗ് ഡിഫറൻസ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും. എല്ലാവർക്കും ടേണിംഗ് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.